ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു ഡോക്ടറെ. മുഴുവൻ പറയാ ഡോക്ടറെ, കിഡ്നി അടിച്ചു പോയോ? അതെ, ഇങ്ങനെ നോക്കി. ഇതാണ് പതയുടെ അളവ്. നമ്മൾ ഇന്നലെ നോക്കിയില്ലേ? എത്രയുണ്ട്? 12. നോർമൽ എത്രയും താഴെ വരണം? 30 താഴെ വരണം. അതെ. മൂത്രത്തിൽ പത എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പേടിക്കുന്നത് ആൽബുമിൻ അല്ലെങ്കിൽ പ്രോട്ടീൻ മൂത്രത്തിൽ കൂടെ ലീക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഈ 30 മൈക്രോ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്യും. അത് 30 താഴെയാണെങ്കിൽ നോർമലാണ്, മൂത്രത്തിൽ പ്രോട്ടീൻ ലീക്ക് ഇല്ല. പിന്നെ എന്തിനാ ഈ പേടിക്കുന്നത്? പിന്നെ ഇപ്പോൾ ഒന്ന് പറയൊക്കെ പിന്നെ എന്തുവാ? ഈ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ റീൽസ് കാണാറുണ്ടല്ലേ? കാണാറുണ്ട്. ഉണ്ട്. ഈ മൂത്രത്തിൽ പത എന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ പേടിപ്പിക്കുന്ന വീഡിയോകളുണ്ട് അല്ലേ? അതെ, ഉണ്ട്. ഇതന്നെ എനിക്ക് ഒ പിയിൽ ഇരിക്കാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും ഒരു 4-5 ഈ ആൾക്കാർ ഈ മൂത്രത്തിൽ പതയാണെന്ന് പറഞ്ഞ് പേടിച്ച് ഓടി ഇവിടെ വരും. എന്നിട്ട് ഞാൻ പറയും, എന്താ പറ്റി, നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഇല്ല. BP ഉണ്ടോ? ഇല്ല. BP ഒരു അസുഖങ്ങളും ഇല്ല, മൂത്രത്തിൽ പത. എവിടെ നിന്ന് എന്തുകൊണ്ട് ഇത്ര പേടി വന്നത്? ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഈ പല ഡോക്ടേഴ്സും ഈ ഹെൽത്ത് ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഇങ്ങനെ മൂത്രത്തിൽ പതയെ കുറിച്ച് പറഞ്ഞ് കണ്ട് പേടിച്ചു പോയിട്ട് വന്നതാണ്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, മൂത്രത്തിലുള്ള പത എന്ന് പറയുന്നത് ഈ പ്രോട്ടീൻ ലീക്കും കൊണ്ട് മാത്രം ആവണമെന്നില്ല. ആണുങ്ങൾ ഇത്തിരി പൊക്കത്തൊന്ന് ഫോഴ്സില്ല മൂത്രം ഒഴിക്കുന്നത്. ആ മൂത്രത്തിൻ്റെ ഫോഴ്സിൽ തന്നെ പലർക്കും പതയുണ്ടാവും. അത് കണ്ട് ഈ റീൽസും കൂടെ കണ്ടു കഴിയുമ്പോൾ വലിയ എന്തോ മാരക കിഡ്നി ഡിസീസ് ഉണ്ടെന്ന് പറഞ്ഞ് പേടിച്ച് ഇവിടെ OP വരും. അപ്പം നമുക്ക് പത എപ്പോഴും റിസ്ക്കിയാണ്, പ്രോട്ടീനും കൊണ്ടാണ് വരുന്നതെങ്കിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളവർക്ക്, പേടിയുള്ളവർക്ക് സിമ്പിളായിട്ട് യൂറിൻ മൈക്രോ ആൽബുമിൻ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യാം. അത് കൂടുതലാണെങ്കിൽ മാത്രം പേടിച്ചാൽ മതി. പിന്നെ ഈ ഡയബറ്റീസ് ഉള്ളവർ, ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റീസ് ഉള്ളവർ, അൺകൺട്രോൾഡ് BP ഉള്ളവർ, അല്ലെങ്കിൽ വീട്ടിൽ ഫാമിലി ഹിസ്റ്ററി ഓഫ് കിഡ്നി ഡിസീസ് ഉള്ളവർക്കൊക്കെ മൂത്രത്തിൽ പത വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ വിജിലാവണം. ഈ ടെസ്റ്റ് ചെയ്യണം. ഹൈ ആണോ എന്ന് നോക്കണം. ഹൈ ആണെങ്കിൽ എന്തായാലും നെഫ്രോളജിസ്റ്റിനെ കണ്ട് അല്ലെങ്കിൽ ഫിസിഷ്യനെ കണ്ട് അതിനുള്ള കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അല്ലാതെ വെറുതെ എല്ലാ പതകളും പ്രശ്നക്കാരനൊന്നും അല്ല. പ്രത്യേകിച്ച് ആണുങ്ങൾ ഇത്തിരി പൊക്കത്തുനിന്നല്ലേ മൂത്രം ഒഴിക്കുന്നത്. ആ ഫോഴ്സിൽ എന്തായാലും കുറച്ച് മൂത്രം പതിഞ്ഞു പോകും കേട്ടോ. ഇത് നോർമലാണ്, വെറും 12 ഉള്ളൂ. ശരി, ഓക്കെ, താങ്ക് യു ഡോക്ടർ.